Hello. Hello guys. Hello guys. Hello guys. So, introduction പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. Hi guys. Hi guys. എൻ്റെ പേര് ശ്രീനന്ദ. ശ്രീനന്ദ. സെൽഫ് ഇൻട്രൊഡക്ഷൻ നടക്കുന്ന കാര്യമല്ല. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒന്നും എന്നെ കൊണ്ട് അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം എനിക്ക് വന്ന് ഹലോ, എൻ്റെ പേര് ശ്രീനന്ദ, ഞാനത് കൊല്ലത്തുന്നയോ, അതൊന്നും നടക്കത്തില്ല. ഞാൻ 10 വർഷം മുന്നുള്ളൊരു കാര്യം പറയാം. ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ഒരു 10 വർഷം മുന്നേ ഒക്കെ നമ്മുടെ അടുത്ത് വീട്ടിലുള്ളവർ ചോദിക്കത്തില്ലേ, 10 വർഷം കഴിഞ്ഞാൽ നിനക്ക് എന്താവണം? എൻ്റെ 15ാമത്തെ വയസ്സ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പം 10-25 വയസ്സാകുമ്പോൾ ഞാൻ എവിടെ ആവും എന്ന് എനിക്ക് ഫിക്സഡ് പ്ലാൻ ഉണ്ട്, ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിൽ ഇവിടെ ആവും. ഞാൻ അങ്ങനെ ജീവിച്ചത്. ആ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 25ാമത്തെ വയസ്സിൽ ഞാനൊരു സിനിമയിൽ അഭിനയിക്കും, ഞാൻ സിനിമാ നടിയാവും. ഞാൻ ഒരു പ്രശസ്തയായ മലയാളത്തിലും തമിഴിലും അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയായിട്ട് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക്, ഇനോഗ്രേഷൻസ്, പിന്നെ എൻ്റെ ഫ്ലെക്സ് അവിടെ ഇവിടെയൊക്കെ കണ്ട് സ്വപ്നം. അതാണ് എൻ്റെ ആഗ്രഹം. 15ാമത്തെ വയസ്സിൽ 25ാമത്തെ വയസ്സിലാവും എന്നുള്ളത്. വിത്ത് എൻ്റെ ലവ് ഓഫ് മൈ ലൈഫായിട്ട് ഞാൻ സക്സസ്ഫുള്ളി ഒരു ലൈഫ് ഈ സിനിമാ നടിയൊക്കെയായിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്ന് ഡേറ്റ് 6th ജൂലൈ, നാളെ 7th ജൂലൈ, അതായത് നാളെ എനിക്ക് 25 വയസ്സാവുക. അപ്പം 25ാമത്തെ വയസ്സിനാവും എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ലവ് ഓഫ് മൈ ലൈഫുമായിട്ട് സിനിമാ നടിയായിട്ട് ജീവിക്കും ഞാൻ. ഇതായിരുന്നു എൻ്റെ മെയിൻ ആഗ്രഹം. ലവ് ഓഫ് മൈ ലൈഫുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. 1 മാറി, 2 മാറി, അത് അങ്ങനെ അങ്ങ് പോയി. അതിൽ ഞാൻ പച്ച പിടിച്ചില്ല. ശ്രമിച്ചു, പച്ച പിടിച്ചില്ല. ഈ സിനിമയിൽ ശ്രമിക്കാനായിട്ട് ആ എഴുതി തുടങ്ങാൻ പോലുള്ള അവസ്ഥയിലായിട്ടില്ല. കഴിവ് കൂടിയതാണോ അതൊന്നും എനിക്കറിയത്തില്ല, ആയിട്ടില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വേറൊരു രാജ്യത്ത് വന്നിട്ട് ഒരു 9 to 6 ഡെസ്ക് ജോബും ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ചിന്തയിൽ വീഡിയോ പോലും എടുക്കാൻ അറിയാതെ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് അടുത്ത 10 വർഷത്തേക്ക് ഞാൻ എന്താ ആരാവും ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും, ഞാൻ അടുത്ത 10 വർഷത്തിൻ്റെ 35ാമത്തെ വയസ്സിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കും, ഞാൻ എൻ്റെ ലവ് ഓഫ് മൈ ലൈഫായിട്ട് ജീവിക്കും എന്നായിരിക്കും ഇപ്പോഴും പറയാൻ പോകുന്നത്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്താ ആർക്ക് വേണമെങ്കിലും എന്നും ചിന്തിക്കാമല്ലോ. സോ ദിസ് വിൽ ബി മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അങ്ങനെ പേര് പറഞ്ഞ് വിളിച്ച് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇതിൽ പ്രത്യേകിച്ച് കണ്ടന്റ്സോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഞാൻ അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ട് ഓടുന്നത് തിന്നുന്നത് ഓടുന്നത് ചാടുന്നത് മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. സമയം കളയാനുള്ളവർക്ക് ഇത് കാണാം, അല്ലാത്തവർക്ക് വെറുതെ സമയം കളയാൻ വേണ്ടി ഇത് കാണണമെന്നില്ല. സോ